Hello friends, I am Thulasi. Welcome to the Physics channel, Fourth Dimension. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന റിഫ്രാക്ഷൻ ത്രൂ എ ലെൻസ്. ലെൻസിൽ നടക്കുന്ന റിഫ്രാക്ഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനകത്ത് ആദ്യം നമുക്കൊരു ലെൻസിന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. ലെൻസ് എന്ന് പറയുന്നേ നിങ്ങളെങ്ങനെ സാധാരണ ലെൻസിനെ നിങ്ങളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഇറ്റ് ഈസ് എ ഹോമോജനസ് ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഈസ് അണ്ടർഗോയിങ് ദ പ്രോസസ് ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഹോമോജനസ് മീഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എല്ലാ ഡയറക്ഷനിലും ലൈറ്റിൻ്റെ സ്പീഡ് ഈ മീഡിയത്തിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഹോമോജനസ് വിളിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്കറിയാം. പിന്നെ ഈ ലെൻസിൽ കൂടി ലൈറ്റ് പോകുന്ന സമയത്ത് നടക്കുന്ന ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ. ലെൻസിനെ സാധാരണ രണ്ട് മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. വൺ ഈസ് കോൺവെക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൺകേവ്. This is convex and this is concave. ഇതിനെ സാധാരണ നമ്മൾ എങ്ങനെ അതിനെ ഒരു കോൺവെക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന രണ്ട് സർഫസും സ്പെറിക്കൽ ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കും. സ്പെറിക്കൽ ആയിട്ടുള്ള കോൺവെക്സ് സർഫസ് ബൗണ്ടറിയിൽ വരുന്ന ഒരു ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. അതേസമയം കോൺകേവോ അതിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കുന്ന സ്പെറിക്കൽ സർഫസ് രണ്ടും കോൺകേവ് ആയിരിക്കും അല്ലേ. ഇതിനെ എങ്ങനെ നമ്മൾ സാധാരണ തിരിച്ചറിയുന്നത് എങ്ങനെയായിരിക്കും? അതിനെ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷൻ തിക്നെസ് കൂടുതലും എഡ്ജിൽ തിക്നെസ് കുറവാണെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും. അതേസമയം ഇഫ് ദ തിക്നെസ് ഈസ് ബോർഡർ അറ്റ് ദ മിഡിൽ പോർഷൻ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദ എഡ്ജസ് ദാറ്റ് ലെൻസ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ കോൺകേവ്. അങ്ങനെ കോൺവെക്സിനെയും കോൺകേവിനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ വേറെ പ്ലാനോ കോൺവെക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാനോ കോൺവെക്സ് ഇങ്ങനൊരു കാറ്റഗറി ഉണ്ട്, പ്ലാനോ കോൺവെക്സ്. അപ്പം അതിൻ്റെ ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് കർവ്ഡും ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കും. അതാണ് പ്ലാനോ കോൺവെക്സ്. അതേസമയം പ്ലാനോ കോൺകേവ് എന്ന് പറയുന്ന ലെൻസ് ഉണ്ട്. പ്ലാനോ കോൺകേവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, മറ്റേ സൈഡ് കോൺകേവ് ആയിരിക്കും. അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ സിലബസിൽ വരുന്ന ഈ ലെൻസാണ് കോൺവെക്സ്, കോൺകേവ്, പ്ലാനോ കോൺവെക്സ് ആൻഡ് പ്ലാനോ കോൺകേവ്. പ്രോബ്ലം കണക്ട് ചെയ്ത് വരുന്ന ഈ തരത്തിലുള്ള ലെൻസുകളായിരിക്കും. തൽക്കാലം അത് മതി. വേറെ ഒരുപാട് ടൈപ്പ് ലെൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ലെൻസിനെ കണക്ട് ചെയ്യുന്ന ചില ടേംസുകളാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിലൊന്ന് ഒപ്റ്റിക് സെന്റർ ആയിരിക്കും. ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞ ഒരു ലെൻസിന്റെ സെന്റർ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഈ ലെൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലെൻസിന്റെ എന്തായിരിക്കും സെന്റർ വരും, ഇങ്ങനെ കണ്ടില്ലേ? ആ സെന്റർ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെന്റർ. കോൺകേവ് ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം. കോൺകേവിന്റെ കേസിൽ നമ്മൾ അതിൻ്റെ സെന്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അപ്പം ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ദാറ്റ് ഈസ് ഒപ്റ്റിക് സെന്റർ. അപ്പോൾ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത് ദ സെന്റർ ഓഫ് എ ലെൻസ് ഈസ് കോൾഡ് ദ ഒപ്റ്റിക് സെന്റർ. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ലെൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര സ്പെറിക്കൽ സർഫസ് അവിടെ വരുന്നേ? രണ്ട് സർഫസ് വരത്തില്ലേ? അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന സ്പെറിക്കൽ സർഫസിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെ വരും, ദാറ്റ് ഈസ് C1. ലെഫ്റ്റ് സൈഡിൽ വരുന്ന കർവ്ഡ് സർഫസ് അല്ലേ, അതിൻ്റെ സെൻറ്റർ റൈറ്റിൽ വരും. സെൻറ്റർ ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സ്പിയർ കിട്ടത്തില്ലേ, അതിൻ്റെ സെൻറ്ററായിട്ട് എടുത്താൽ മതി, അതാ C2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എത്ര സെൻറ്റേഴ്സ് വരുന്നുണ്ട്? സ്പെറിക്കൽ സർഫസ് രണ്ടുണ്ടെങ്കിൽ വൺ ഈസ് C1 ആൻഡ് അതർ ഈസ് C2 ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ these centers of curvature of the lens, that is called the principal axis. Next is principal focus. When you consider a convex lens or a concave lens, in the case of these lenses there are first focus and second focus. രണ്ട് ഫോക്കസ് ഉണ്ടാവും. ഒരു മിററാണ് എടുക്കുന്നെങ്കിൽ അതിന് ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ലെൻസിനോ രണ്ട് ഫോക്കസ് ഉണ്ടാകും. അതിലൊന്നിനെ ഫസ്റ്റ് ഫോക്കസ് എന്ന് വിളിക്കും ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെക്കൻഡ് ഫോക്കസ്. ഈ ഫസ്റ്റ് ഫോക്കസ് നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. അതായത് ഫസ്റ്റ് ഫോക്കസ് പറയുന്നത് അതായത് ഈ ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഇതിൽ നിന്ന് പ്രൊസീഡ് ചെയ്യുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ ലെൻസ് ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത് ഫസ്റ്റ് ഫോക്കസ് ആയിരിക്കും. ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിലോ ദ റേസ് പ്രൊസീഡിങ് ടുവേഴ്സ് എ പോയിന്റ്. ഈ റേസ് ഇങ്ങനെ F എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ദ ലെൻസ് ആൻഡ് ബിക്കംസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. അപ്പം പാരലായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോക്കസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഫോക്കസ് ഈസ്
a point on the principal axis such that the rays proceeding from this point after refraction through the lens becomes parallel to the principal axis for a convex lens, and the rays appear to proceed towards that point after refraction becomes parallel to the principal axis for a concave lens. And this particular point is called the first focus. അപ്പോൾ നമ്മുടെ കോൺവെക്സിന്റെ ഫസ്റ്റ് ഫോക്കസ് F1 ആണ്. ഈ കോൺകേവിന്റെ ഫസ്റ്റ് ഫോക്കസ് ഇവിടെ കൊടുത്തേക്കുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന F1 ആണ്. അപ്പോൾ കോൺവെക്സിന് ഫസ്റ്റ് ഫോക്കസ് വരുന്ന ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതേസമയം ഒരു കോൺകേവ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഫോക്കസ് എവിടെ വരും? ദാറ്റ് കംസ് അറ്റ് ദ റൈറ്റ് സൈഡിൽ വരും. ഇനി ഈ ഒപ്റ്റിക് സെന്ററിനെയും ഫോക്കസിനെയും കണക്ട് ചെയ്തുള്ള ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്ന് പറയും. അപ്പോൾ അത് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് F1 കൊടുക്കും. ഇവിടെ ഈ ഒ F1 ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഒയും ഈ F1 വരുന്നില്ലേ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? F1 ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക് സെന്റർ ആൻഡ് ദ കറസ്പോണ്ടിങ് ഫസ്റ്റ് ഫോക്കസ് ഓഫ് ദ ലെൻസസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സെക്കൻഡ് ഫോക്കസ്. അപ്പോൾ സെക്കൻഡ് ഫോക്കസ് ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ ഈ ലെൻസിന്റെ, ഈ ലെൻസ് ആയാലും കോൺകേവ് ലെൻസ് ആയാലും അതിന്റെ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലും ക്ലോസുമായിട്ട് വരുന്ന റേസ് വേണം. അതിനെ വിളിക്കുന്നത് പാരാക്സൽ റേസ് വിളിക്കും. സോ when paraxial rays or certain rays parallel and close to the principal axis incident on the lens, after refraction the rays converges to the refracted rays converges to a point on the principal axis in the case of a convex lens and appear to diverge from a point on the principal axis in the case of a concave lens, and that particular point is called the principal focus, that is second principal focus of the lens. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ വരുന്ന F2 ആയിരിക്കും. ഇവിടെയോ ഈ കോൺകേവിന് എപ്പോഴും സെക്കൻഡ് ഫോക്കസ് വരുന്ന ലെഫ്റ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ O ആൻഡ് F2 രണ്ട് കേസിലും ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. അതിന് F2 എന്ന് എടുക്കാം, സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. ഇവിടെ ഈ O F2 നമുക്ക് എടുക്കാം. ഇവിടെ O F2 എന്ന് പറയുന്ന F2 നമുക്ക് എടുക്കാം അല്ലേ. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ സാധാരണ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ സാധാരണ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്കൻഡ് ഫോക്കസിനായിരിക്കും. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് നോർമലി ടേക്കൺ ആസ് എ സെക്കൻഡ് ഫോക്കൽ ലെങ്ത്. അപ്പം അതുകൊണ്ട് ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? റൈറ്റിലേക്കല്ലേ. അപ്പം അവിടെ F2 പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് കോൺവെക്സ് ലെൻസ് എപ്പോഴും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് എന്നാണ് എടുക്കുന്നത്. അതേസമയം ഒരു കോൺകേവ് ആണെങ്കിൽ അതിന്റെ മെഷർമെന്റ്സ് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ലെഫ്റ്റോട്ടല്ലേ വരുന്നേ. അപ്പോൾ ഈ കേസിൽ F2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പം അതിന് കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ് എന്താ? കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും, കോൺകേവിനോ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു ലെൻസിന്റെ സറൗണ്ട് ചെയ്യുന്ന മീഡിയം സെയിം ആണെങ്കിൽ, ഈ സൈഡിലും വരുന്ന മീഡിയം സെയിം ആണെങ്കിൽ ഫസ്റ്റ് ഫോക്കൽ ലെങ്തും സെക്കൻഡ് ഫോക്കൽ ലെങ്തും ഈക്വൽ ആയിരിക്കും. അതായത് F1 = F2 ആയിരിക്കും. നെക്സ്റ്റ് ഈസ് റിഫ്രാക്ഷൻ ബൈ എ ലെൻസ്. റിഫ്രാക്ഷൻ ബൈ എ ലെൻസ് പഠിക്കാനുള്ള ഫിഗർ നമ്മുടെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എടുക്കുന്ന ഒരു തിൻ ലെൻസ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് സർഫസ് കൊടുത്തേക്കുന്ന ABC, റൈറ്റ് സൈഡിൽ വരുന്ന സർഫസ് പറയുന്നത് ADC. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്പെറിക്കൽ സർഫസ് ബൗണ്ട് ചെയ്യുന്ന ഒരു ലെൻസാണ്. ലെൻസിന്റെ റിഫൈൻഡേഴ്സ് എത്ര എടുക്കുന്നു? N2. സറൗണ്ടിങ് മീഡിയം ഹാസ് റിഫൈൻഡേഴ്സ് N1. അപ്പോൾ N2 ലെൻസിന്റെ റിഫൈൻഡേഴ്സും N1 എന്ന് പറഞ്ഞാൽ ചുറ്റി നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫൈൻഡേഴ്സും ആയിരിക്കും. ഇനി ഇവിടെ O എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ പോയിന്റ് ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ഡിസ്റ്റൻസ് U ഫ്രം ദ സെന്റർ ഓഫ് ദ ലെൻസ് ആൻഡ് റേ പ്രൊസീഡിംഗ് ഫ്രം ദിസ് ഒബ്ജക്റ്റ് വൈൽ പാസിംഗ് ത്രൂ ദ ലെൻസ് it undergoes refraction first at the side ABC or surface ABC. ഈ ലൈറ്റ് ആദ്യം പോകുമ്പോൾ ABC എന്ന് പറഞ്ഞ സർഫസ് റിഫ്രാക്ഷൻ നടന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റേ പ്രൊസീഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് സർഫസിൽ വരുമ്പോൾ പിന്നെ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഇറങ്ങും. അപ്പോൾ സാധാരണ ലെൻസൊക്കെ ഗ്ലാസ് വെച്ച് ആയതുകൊണ്ട് ചുറ്റും എയറാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാനുള്ള സൗകര്യം. ഇത് ഗ്ലാസും ഇപ്പുറം എയറും ആണെന്നുണ്ടെങ്കിൽ ആദ്യം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ABC എന്ന് പറഞ്ഞ സർഫസ് ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത I1 ഇമേജ് ഫോം ചെയ്യും ആദ്യത്തെ ബെൻഡിങ് കൊണ്ട്. പക്ഷെ സെക്കൻഡ് സർഫസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബെൻഡ് ചെയ്തപ്പോൾ എന്ന് പറയും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് എമർജ് ചെയ്യുന്ന സമയത്ത്
again undergoes refraction so that you are getting the final image at I. അപ്പം I1 എന്ന് പറയുന്ന ഇമേജ് ഫസ്റ്റ് റിഫ്രാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതും ഫസ്റ്റും സെക്കൻഡ് റിഫ്രാക്ഷൻ കൊണ്ടാണ് ആര് ഫോം ചെയ്യുന്നത്? ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ദ ഫൈനൽ ഇമേജ് I. അതുകൊണ്ട് ഈ ലെൻസിന്റെ മുന്നിൽ നമ്മൾ O എന്ന് പറയുന്ന ഓബ്ജക്റ്റ് U ഡിസ്റ്റൻസ് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദ ഇമേജ് I അറ്റ് ഡിസ്റ്റൻസ് V ഫ്രം ദ സെന്റർ. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ അതിന്റെ തിയറി പഠിക്കണമെങ്കിൽ ഓരോ സർഫസ് നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് വി ആർ കൺസിഡറിംഗ് ദ സർഫസ് ABC എന്ന് പറഞ്ഞ സർഫസ് എടുക്കുക. ഇത് കണ്ടോ, ABC മാത്രം കൺസിഡർ ചെയ്യണം. ABC എന്ന് പറഞ്ഞ സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന അപ്പം ഇങ്ങോട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും? രണ്ടാമത്തെ സർഫസ് ഇല്ലാത്തടത്തോളം N2 റിഫൈൻഡസ് ഉള്ള മീഡിയം, അത് ഗ്ലാസ് ആണ്, ഗ്ലാസ് ആയിരിക്കും. ഇപ്പുറത്ത് എന്തായിരിക്കും വരുന്നത്? റിഫൈൻഡസ് എന്തായിരിക്കും? N1. ഓബ്ജക്റ്റ് നമ്മളിവിടെ വെച്ചേക്കുന്നത് മീഡിയം ഓഫ് റിഫൈൻഡസ് N1. അപ്പം ഇവിടെ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യും. ഇതിന് പ്രൊസീഡ് ചെയ്യുന്ന റേ ഈ സർഫസെ വന്ന് വീണാൽ it undergoes refraction and the refractor meet the principal axis at this particular point so that you are getting an image I1. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. അത് ആ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഓബ്ജക്റ്റിന്റെ ഇമേജ് ആണ് I1. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മളോട് മാർക്ക് ചെയ്തിട്ടുള്ള U എന്നല്ലേ? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് U. ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് V എന്നായിരിക്കും, V1. ആ ഡിസ്റ്റൻസ് നമ്മൾ V1 എടുക്കാം. ഇനി at the point of incidence we can draw a normal for the surface so that it passes through its center. ഇപ്പോൾ ABC ഒരു സെന്റർ ഓഫ് കർവേച്ചർ C1 ആണെങ്കിൽ ആ സ്പെറിക്കൽ സർഫസിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചറുടെ ദൂരം എത്ര? റേഡിയസ് ഓഫ് കർവേച്ചർ R1. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? ഒരു സ്പെറിക്കൽ സർഫസ് റിഫ്രാക്ഷൻ ആണ്, അവിടെ ഓബ്ജക്റ്റ് അറിയാം, ആൻഡ് ഡിസ്റ്റൻസ് U, ഓബ്ജക്റ്റ് നിൽക്കുന്ന മീഡിയത്തെ റിഫൈൻഡസ് N1 അല്ലേ? ആൻഡ് യു നോ ദ ഇമേജ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് I1 അല്ലേ, അത് ഫോം ചെയ്യുന്ന N2-ലാണ്, അതിൻ്റെ ഡിസ്റ്റൻസ് V1 ആയിരിക്കും. ആൻഡ് ഫോർ ഓവർ ദ സ്പെറിക്കൽ സർഫസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് R1. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ സർഫസിൽ കഴിഞ്ഞ ദിവസം ഒരു ഫോമിൽ അപ്ലൈ ചെയ്തിരുന്നല്ലോ റിഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടി. അതിനകത്ത് ഇങ്ങനെ എഴുതിയല്ലോ, N2 ഡിവൈഡ് ബൈ V മൈനസ് N1 ഡിവൈഡ് ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ R എന്ന് എഴുതിയില്ലേ? ഈ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്യണം. സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ നടക്കുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ഫോമിൽ. അതിനകത്ത് N2 എന്താ? അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം ഒന്ന് എടുത്തു നോക്കണം. അപ്പോൾ അതിനകത്ത് അറിയാം N2 എന്ന് പറയുന്നത് ഇമേജ് നിൽക്കുന്ന മീഡിയത്തിൻ്റെ റിഫൈൻഡസ് ആണ്. V ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇമേജ് നിൽക്കുന്ന മീഡിയത്തിൽ റിഫൈൻഡസിന്റെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് വരുന്നത് മൈനസ്. ഇനിയും ഓബ്ജക്റ്റ് നിൽക്കുന്ന മീഡിയം എന്ന് പറയുന്ന അവിടുത്തെ N1, അതിന്റെ റിഫൈൻഡസ് ആണ് N1 അല്ലേ? അതിനെ ഓബ്ജക്റ്റിലെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാൻ നോക്കി, ഇമേജ് നിൽക്കുന്ന മീഡിയത്തെ റിഫൈൻഡസിനെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൈനസ് ഓബ്ജക്റ്റ് നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫൈൻഡസിനെ ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് റിഫൈൻഡസ് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഫോമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കി, ഇമേജ് ആരാ? I1, അത് നിൽക്കുന്ന റിഫൈൻഡസ് എന്തായിരിക്കും? N2, അതിന്റെ ദൂരം എത്ര? V1. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നേ ഇമേജ് നിൽക്കുന്ന മീഡിയത്തിന്റെ റിഫൈൻഡസിനെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് V1 മൈനസ്, ഇനി ഓബ്ജക്റ്റ് ആണ്, ഓബ്ജക്റ്റ് നിൽക്കുന്ന മീഡിയത്തെ റിഫൈൻഡസ് N1 അല്ലേ? സോ N1 ഡിവൈഡഡ് ബൈ ഓബ്ജക്റ്റിലേക്ക് വരുന്ന ദൂരം എത്ര വരുന്നുണ്ട്? U ഈസ് ഈക്വൽ ടു N2 minus N1 divided by R, and this is equation number 1. R1 N2 minus N1 divided by R1, and this is equation number 1. ഇവിടെ സൈൻ കൺവെൻഷൻ കറക്റ്റ് ആണ്. ഇവിടെ V1 എന്ന് പറഞ്ഞ റൈറ്റിലേക്ക് ഉണ്ട്, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. U ലെഫ്റ്റിലോട്ടല്ലേ, അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് സൈനായി കിടക്കുന്നു. പിന്നെ R1 റൈറ്റിലേക്കാണ്, അത് പോസിറ്റീവ്. സോ ആ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് സൈൻ കൺവെൻഷൻ ഇൻവോൾവ് ആണ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ സെക്കൻഡ് സർഫസിലേക്ക് നമുക്ക് പോകാം. ADC എന്ന് പറഞ്ഞ സർഫസിലേക്ക് നമ്മൾ പോകാം. ADC എന്ന് പറയുന്ന ഈ സർഫസിന് ഒരു ഓബ്ജക്റ്റ് വേണ്ടേ? ഓബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ADCയിൽ കാണുന്ന ഫിഗർ നോക്കി, ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ്, മീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അപ്പിയർ ചെയ്യാം. പോകില്ല, സെക്കൻഡ് സർഫസിൽ ബെൻഡിങ് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് I1 എടുത്താൽ ഇതല്ലേ V1. അപ്പോൾ ഇവിടെ സെക്കൻഡ് സർഫസിൻ്റെ ഓബ്ജക്റ്റ് ആണ് ഇയാൾ I1, വെർച്വൽ ഓബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് സർഫസ് ഉണ്ടാക്കുന്ന ഇമേജ് ആണ് അവിടുത്തെ ഓബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് അങ്ങനെയാണെങ്കിൽ ഈ റേ എന്തായിരിക്കും? ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നുകൂടെ ബെൻഡ് ചെയ്തിട്ട് വി ആർ ഗെറ്റിംഗ് ദ ഫൈനൽ ഇമേജ് അറ്റ് I. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് V എന്ന് എടുക്കാം അല്ലേ? ഈ രണ്ടാമത്തെ സർഫസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പുറം എയർ ആണെങ്കിൽ റിഫൈൻഡസ് നമുക്ക് എത്ര എടുക്കാം? N1. അപ്പോൾ N1 ഫോം ചെയ്യുന്നത്, അപ്പം I ഫോം ചെയ്യുന്നത് N1-ലാണ്.
അപ്പം ഐ ഫോം ചെയ്യുന്നത് N1 അകത്തും I1 നിൽക്കുന്നത് എവിടെയായിരിക്കും? ദാറ്റ് ഈസ് ഇൻ ദ റിഫൈൻഡ്സ് ഇൻ ടു. മറ്റേതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഓബ്ജക്റ്റ് വന്നപ്പം ഓബ്ജക്റ്റിന്റെ ഇമേജിന്റെ റിഫൈൻഡ്സ് നമ്മൾ കാണിച്ച പോലെ തന്നെ ഇത് ഓബ്ജക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിൽ അതിനെ ലെഫ്റ്റ് സൈഡ് ഇമാജിൻ ചെയ്യാം. ഈ ഇമേജ് റൈറ്റ് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അസംഷൻ ബേസിസിലാണ് ഇത് പോകുന്നത്. അപ്പോൾ N2ലാണ് I1 നിൽക്കുന്നത്, N1ലാണ് I നിൽക്കുന്നത്. ശരിയായല്ലോ? റേഡിയസ് ഓഫ് കർവേച്ചർ വേണ്ടേ? റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ യു ആർ ഡ്രോയിങ് എ നോർമൽ. അത് സിയിൽ കൂടി കടന്നാൽ ഇത് C2 എന്ന് എടുക്കുക. രണ്ടാം സർഫസ് സെൻറ്റർ C2 എന്ന് എടുത്താൽ ഈ ഡിന്ന് C2യിലേക്കാൾ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ R2 എന്ന് എടുക്കുക അല്ലേ? ഇപ്പം ഇവിടെ നമുക്ക് ഓബ്ജക്റ്റ് ഉണ്ട്, അതിപ്പുറത്താണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സ്പെറിക്കൽ സർഫസിലും ആ സ്പെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ്റെ ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അതായത് ഇമേജിൽ നിൽക്കുന്ന മീഡിയത്തിൻ്റെ റിഫൈൻഡ്സ് ഇമേജിൽ ഡിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇമേജിൽ നിൽക്കുന്ന മീഡിയം ഏതാ? I ആണ് ഇവിടുത്തെ ഇമേജ്. അത് നിൽക്കുന്ന മീഡിയത്തെ റിഫൈൻഡ്സ് N1 അല്ലേ? സോ വി ആർ റൈറ്റിംഗ് N1 ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് V അല്ലേ? V മൈനസ് ഈ I1 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ അത് N2 എന്ന് പറഞ്ഞ റിഫൈൻഡ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എത്ര കൊടുക്കാം? N2 ഡിവൈഡ് ബൈ ഈ I1ന്റെ ഡിസ്റ്റൻസ് V1 അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ V1 എന്ന് കൊടുക്കാം. അപ്പോൾ N1 ഡിവൈഡ് ബൈ V മൈനസ് N2 ഡിവൈഡ് ബൈ V1 ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ റേഡിയസ് നമ്മൾ R2 എന്നല്ലേ വരുന്നത്. ഈ R2 എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു മൈനസ് സൈഡിലൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ സൈൻ കൺവെൻഷൻ ഒബേ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. V റൈറ്റ് സൈഡിലേക്കില്ല, അത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. I1ന്റെ പൊസിഷൻ അവർ ഇമാജിൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ I1 നിൽക്കുന്ന N2 ലെഫ്റ്റ് സൈഡിൽ നിന്ന് അസംഷനകത്ത് വരുമ്പോൾ ലെഫ്റ്റിലേക്കുള്ള മെഷർമെന്റ് ആണ് V1 കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈനസ്, നെഗറ്റീവായിട്ട് മാറുന്നതാണ്. ഇനിയും R2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ലെഫ്റ്റിലോട്ടല്ലേ, അപ്പോൾ അവിടെ മൈനസ് N വന്നല്ലോ, ശരിയല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഫോമുല കിട്ടും. ദെൻ യു ആർ ആഡിങ് ഇക്വേഷൻസ് 1 and 2. 1 and 2 ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ N2 ഡിവൈഡ് ബൈ V1 മൈനസ് N1 ഡിവൈഡ് ബൈ U പ്ലസ് ഇതിന് ലെഫ്റ്റ് സൈഡ് കൊടുക്കാം N1 ഡിവൈഡ് ബൈ V മൈനസ് N2 ഡിവൈഡ് ബൈ V1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരുന്നുണ്ട്? ഇവിടെ N2 മൈനസ് N1 ഇത് കോമൺ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് N2 മൈനസ് N1 ഇൻറ്റു ഇവിടുത്തെ ആദ്യം വരുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/R1. ഇതിൻ്റെ സൈൻ മൈനസ് അല്ലേ, മൈനസ് 1/R2 ഇത്രയും വരും. ഇനി ടേംസ് ക്യാൻസൽ ആക്കുകയാണെങ്കിൽ അത് പ്ലസ് N2 ബൈ V1 മൈനസ് N2 ബൈ V1 ക്യാൻസൽ ആവും. ദെൻ യു ആർ ഗെറ്റിംഗ് ദി വാല്യൂസിൻ്റെ ഓർഡറിലാക്കുകയാണെങ്കിൽ മൈനസ് നമുക്ക് രണ്ടാമത് എഴുതിയാൽ N1 ഡിവൈഡ് ബൈ V മൈനസ് N1 ഡിവൈഡ് ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. Then you are dividing throughout by ഇതിനെ എല്ലാത്തിനെയും നമ്മൾ N1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാത്തിനും N കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം N1 ക്യാൻസൽ, അപ്പം 1/V മൈനസ് ഇതിനെ N1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് ഈ N1 ക്യാൻസൽ ആകും, ഈസ് ഈക്വൽ ടു ഇവിടെ ഇതിനെയും N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ N2 ഡിവൈഡ് ബൈ N1 ബൈ N1 1 ആകും. അപ്പോൾ മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. And this is equation number 1. ഈ സ്റ്റെപ്പിൽ ചെയ്ത് കണ്ടല്ലോ, എല്ലാത്തിനെയും നമ്മൾ N1 ഇതിനെ N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ N1 കൊണ്ട്, ഇതിനെ രണ്ടിനെ N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ ഈസ് 1/V മൈനസ് 1/E is equal to N2 by N1 minus 1 into 1/R1 minus 1/R2, and this is equation number 1. Now we are going to a special case in which suppose a ray is incident parallel to the principal axis. ഒരു റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ലെൻസിൽ വരണമെങ്കിൽ ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കണം. ഓബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് U ഉണ്ടല്ലോ, ഓബ്ജക്റ്റിലേക്കുള്ള ദൂരമല്ലേ U എഴുതുന്നത്, അത് ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പോൾ U ഇൻഫിനിറ്റി ആണെങ്കിൽ റേസ് പാരലൽ ആണെങ്കിൽ പ്രത്യേകത എപ്പോഴും ഇമേജ് ഫോക്കസിൽ ഫോം ചെയ്യും. ആ ദൂരെ നിൽക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഇമേജ് എപ്പോഴും ഫോക്കസിൽ ഫോം ചെയ്യാണ് അല്ലേ. അപ്പം ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം V എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം സ്മോൾ f എന്ന് എടുക്കും അല്ലേ. അപ്പോൾ U ഇൻഫിനിറ്റി ആണെങ്കിൽ പ്രത്യേകത എന്താ? when U is equal to infinity, that means when the object is at infinity, the distance of the image V is equal to the focal length of the lens ആയിരിക്കും അല്ലേ. V is equal to F ആയിരിക്കും. ഈ കണ്ടീഷനകത്ത് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ 1 അപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോർമുല എന്തായിരിക്കും? ദാറ്റ് ഈസ്
വിക്ക് പകരം നമുക്ക് എഫ് എന്ന് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/f മൈനസ് യു ഇൻഫിനിറ്റി അല്ലേ. ഇപ്പോൾ 1/∞ ഈസ് ഈക്വൽ ടു n2 divided by n1 minus 1 into 1/r1 minus 1/r2. 1/∞ 0 അല്ലേ. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/f ഈസ് ഈക്വൽ ടു n2 divided by n1 minus 1 into 1/r1 minus 1/r2. And this is equation number 2. അപ്പം നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് കിട്ടിയ 1/f ഈസ് ഈക്വൽ ടു n2 divided by n1 minus 1 into 1/r1 minus 1/r2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഈ ഫോർമുലയ്ക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഉണ്ട്, പിന്നെ രണ്ടാമത് ഇൻറ്റു ഉണ്ട്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ റിഫൈനസ് ആണ്. n1 അതിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫൈനസ് ആയിരിക്കും. r1 r2 രണ്ട് കർവ്ഡ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് റിലേഷനിൽ കിട്ടിയ ഈ ഇക്വേഷൻ നമ്പർ 2 ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നേ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയും. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. When you consider the equations 1 and 2, the right side of the two equations are same. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കി 2വിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയതല്ലേ, 1ൻ്റെ റൈറ്റ് സൈഡ് നോക്കി രണ്ടും സെയിം അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്തെഴുതാം? റൈറ്റ് സൈഡ് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1/v minus 1/u is equal to 1/f. So by comparing equations 1 and 2, you are getting another equation 1/v minus 1/u is equal to 1/f. This is an equation connecting distance of the image, distance of the object and distance of the principal focus from the center of the lens, and this equation is called the law of distances. This is called the law of distances. ഇനി നമുക്ക് ലെൻസിൽ നടക്കുന്ന റിഫ്രാക്ഷൻ്റെ ഈക്വേഷനെ ബേസ് ചെയ്തുള്ള ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. പിന്നെ അതിനുശേഷം പവർ ഓഫ് ലെൻസ്, കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഒക്കെ നമുക്ക് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എൻ്റെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.